കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവേശുവിലായ ഞാനും നിങ്ങളും ജയാളികൾ. വചനം പറയുകയാണ്, ഒരുവൻ ക്രിസ്തുവിലായാലവൻ പുതിയ സൃഷ്ടിയായി, പഴയതെല്ലാം കഴിഞ്ഞുപോയി. ക്രിസ്തുവിലാകുന്നതിന് മുമ്പ് ഒരു വ്യക്തിക്ക് തൻ്റെ ചിന്തകളെ പിടിച്ചടക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ഇന്ന് എനിക്കും നിങ്ങൾക്കും യേശു മുഖാന്തരം നമ്മുടെ ചിന്തകളെപ്പോലും പിടിച്ചടക്കുവാൻ കർത്താവ് നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവിൻ്റെ സന്ദർഭത്തിലൂടെ നമ്മൾ കേൾക്കുന്ന ദൈവവചന ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ്. ഇന്ന് ആ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനെ തുടർന്ന് നമുക്ക് കേൾക്കാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും. Compromise in our faith. നമ്മുടെ വിശ്വാസത്തിൽ ഒരു വിട്ടുവീഴ്ചയും വേണ്ട. Let us be bold to witness Jesus Christ. യേശുക്രിസ്തുവിനെ സാക്ഷീകരിക്കുവാൻ ധൈര്യത്തോടെ നമുക്ക് നിൽക്കാം. We have one life, we have one Savior and one Lord, and that is Jesus Christ, and we live for Him. നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ, ഒരു രക്ഷകനേ ഉള്ളൂ, ഒരു കർത്താവേ ഉള്ളൂ. അതത്രേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. And the life that we live now is for Him. ഇപ്പോൾ നാം ജീവിക്കുന്ന ജീവിതമോ അത് അവനായിട്ട് ജീവിക്കണം. The life which we now live is by faith in Him. നാം അവനിൽ വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. And that is why we are so sure that we will increase and never decrease. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഉറപ്പുണ്ട്, നാം ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. We have not believed in fables and stories. നാം കെട്ടുകഥകളോ അല്ലെങ്കിൽ ഉപമകളോ കണ്ട് കേട്ടല്ല ജീവിക്കുന്നത്. We know He is alive. നമുക്കറിയാം അവൻ ജീവിക്കുന്നു. We know He is the Son of God. അവൻ ദൈവപുത്രനെന്ന് നമ്മൾ അറിയുന്നു. We know He is God Himself. അവൻ ദൈവം തന്നെയെന്ന് നാം അറിയുന്നു. There is no other name. മറ്റൊരു നാമവുമില്ല. There is no other name. മറ്റൊരു നാമവുമില്ല. That His name is above every name. അവന്റെ നാമം സകല നാമത്തിലും മേലായ നാമമത്രേ. Hallelujah. Hallelujah. And in Him only is eternal life. അവനിൽ മാത്രമത്രേ നിത്യജീവനുള്ളത്. He is eternal life. അവൻ തന്നെ നിത്യജീവനാകുന്നു. Today as we gather together in His presence, ഇന്ന് നാം അവന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ I pray that everyone who trusts and believes will have a boldness, such a boldness to stand before any circumstances, to stand before anybody, understanding that our Lordship is with Him. ഞാൻ പ്രാർത്ഥിക്കുന്നു, അവനിൽ വിശ്വസിക്കുന്ന അവനിൽ ആശ്രയിക്കുന്നവർക്ക് അതുപോലെ ഒരു ധൈര്യം, അവനിൽ വിശ്വസിച്ച് ഏത് വിഷയത്തെ നേരിടുവാൻ, ഏത് സാഹചര്യത്തെ നേരിടുവാൻ ഉള്ള ധൈര്യം അവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. Because it is not in our strength, it is not in our wisdom, it is not our wisdom that everything happens. We are sufficient in Him. It is His wisdom, His strength. That is why we are confident we will win. അത് നമ്മുടെ കഴിവിലല്ല, നമ്മുടെ ശക്തിയിലല്ല, അവന്റെ ശക്തിയിലും അവന്റെ കഴിവിലും മാത്രമാ ആ ഉറപ്പ് നമുക്ക് ലഭിക്കുന്നത്. Oh, that is why the word says, if God be for us, who can be against us? അതുകൊണ്ട് തന്നെ വചനം പറയുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാ. In 1 Timothy chapter 6 and verse 12. 1 തിമോത്തിയോസ് 6-ാം അധ്യായം and 12-ാമത്തെ വാക്യം. Fighting a good fight of faith and laying hold on eternal life. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക, നിത്യജീവനെ പിടിച്ചുകൊള്ളുക. The Bible says that we have a fight of faith. വേദപുസ്തകം പറയുന്നു നമുക്കൊരു വിശ്വാസത്തിന്റെ പോര് ഉണ്ട്. And the word is not just a fight, but the Bible says a good fight. വെറും കേവലം ഒരു യുദ്ധം അല്ലെങ്കിൽ ഒരു പോരല്ല, വേദപുസ്തകം പറയുന്ന ഒരു നല്ല പോരത്രേ. In the Bible says good fight means good fight.
വേദപുസ്തകം നല്ല പോർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നല്ല പോർ എന്നത്രേ. Meaning that you are on an advantage position because your enemy is a defeated enemy. അതിന്റെ അർത്ഥം ഇതാണ്, നാം ഒരു അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. നമ്മുടെ ശത്രുവോ അവൻ പരാജിതനായ ശത്രു അത്രേ. He was made a shame on the cross. അവനെ ക്രൂശിന്മേൽ പരസ്യ കോലമാക്കി മാറ്റി. He is destroyed every works of his. പിശാചിന്റെ സകല പ്രവൃത്തികളെയും അവൻ തകർത്ത് കളഞ്ഞു. The Bible says, therefore this is a good fight. അതുകൊണ്ട് തന്നെ വേദപുസ്തകം പറയുന്നു, ആകയാൽ ഇതൊരു നല്ല പോരത്രേ. And this good fight is fought holding on to eternal life, and eternal life means Jesus Christ. നല്ല പോർ പൊരുതുന്നത് ആ നിത്യജീവനെ മുറുകെ പിടിച്ചുകൊണ്ടത്രേ. നിത്യജീവൻ എന്നാലോ യേശു ക്രിസ്തു തന്നെ. The book of Ephesians chapter 6, the Bible says എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, that the word is saying that let us be strong. Finally, brother, in verse 10, be strong in the Lord and the power of his might. ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ. അവന്റെ അമിത ബലം. Hallelujah. Hallelujah. Be strong in the Lord and his might. കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. And verse 12, for we don't wrestle against flesh and blood, but against principality, against power, rulers of the darkness of this age, against spiritual host of wickedness in the heavenly places. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. So we do not wrestle. There is a fight. It is not a wrestling fight. ഒരു പോരുണ്ട്, എന്നാൽ അതൊരു കേവലം ഒരു വഴക്കല്ല. Wrestling means you know whom you are fighting with. You can use every trick you know. മല്ലയുദ്ധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരുമായിട്ട് യുദ്ധം ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എല്ലാ തന്ത്രങ്ങളും അതിൽ നിങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയും. You can use your strength. നിങ്ങളുടെ ബലം അവിടെ ഉപയോഗിക്കുവാൻ കഴിയും. But this is not wrestling with a flesh and blood. എന്നാൽ ഒരു ജഡരക്തത്തോടുള്ള മല്ലയുദ്ധമല്ല ഇത്. This is unseen. ഇത് കാണാത്ത ഒരു പോരത്രേ. And the Bible says വേദപുസ്തകം പറയുന്നു, the power of darkness and all the hosts of the heavenly places. അന്ധകാരത്തിന്റെ ശക്തിയും സ്വർലോകത്തിലെ സകല ദുഷ്ടാത്മ സേനയും. And then the weapon is not offensive, it is more defensive. അവിടുത്തെ ആയുധങ്ങൾ ആക്രമണത്തിനുള്ളതിനേക്കാൾ ഉപരിയായി പ്രതിരോധത്തിനുള്ള ആയുധങ്ങൾ അത്രേ. Verse 13, the Bible says, 13-ാമത്തെ വാക്യത്തിൽ വേദപുസ്തകം പറയുകയാണ്, എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13-ാം വാക്യം. therefore take up the whole armor of God, അതുകൊണ്ട് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവീൻ, so that you will be able to withstand the evil day, having done all stand. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. ഒന്ന് പറഞ്ഞു, ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. Hallelujah. Hallelujah. ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. തിരിഞ്ഞോടാനല്ല, ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. ഉറച്ചു നിൽക്കുവാൻ. ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയാം, ഏത് വിഷയത്തിൽ നിന്നും പുറകോട്ട് പോകരുത്. അവിടെ നിന്നാൽ മതി. നിങ്ങളിൽ ഇരിക്കുന്നവൻ ആരാന്ന് തിരിച്ചറിവൻ. പുറകോട്ട് പോകത്തില്ല. അവിടെ നിൽക്കുമ്പോൾ വലിയതായിരിക്കും മല, പക്ഷെ നീ അവിടെ നിൽക്കും തോറും, മല സൂക്ഷിച്ച് നീ നോക്കും തോറും മലയുടെ സൈസ് താന്ന് 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 ഒരു ദിവസം മുകളിലോട്ടല്ല താഴെ പാവം എന്ന് പറയുന്ന നിലയിൽ you will become big and your issue will become small. നിങ്ങൾ വലുതാകും, നിങ്ങളുടെ പ്രശ്നം അത് ചെറുതായി വരും. We don't have any problems at all. Everything is challenges which we overcome in Jesus' name. നമുക്കൊരു പ്രശ്നമല്ല ഉള്ളത്, വാസ്തവത്തിൽ ഒരു വെല്ലുവിളിയാ ഉള്ളത്. അതിനെ നാം മറികടക്കുകയും ചെയ്യും. The Bible says, വേദപുസ്തകം പറയുന്നു, stand therefore. ആകയാൽ ഉറച്ചു നിൽപ്പീൻ. Stand therefore. ആകയാൽ ഉറച്ചു നിൽപ്പീൻ. Turn to your neighbor and say, stand therefore. അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് പറ, ആകയാൽ ഉറച്ചു നിൽപ്പീൻ. Stand therefore. ആകയാൽ ഉറച്ചു നിൽപ്പീൻ. Hallelujah. Hallelujah. How do we stand? എങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്? The Bible says, വേദപുസ്തകം we പറയുന്നു, will read that whole verse. നാം ആ വചനം മുഴുവൻ വായിക്കാം. Having girded your waist with truth, having put on the breastplate of righteousness, having shortened your feet with the preparation of the gospel of peace, above all, taking a shield of faith to quench the fiery darts of the wicked one. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരിപ്പാക്കിയും
എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയം എടുത്തുകൊണ്ട് നിൽപ്പിൻ. And then the word says, take the helmet of salvation, the sword of the Spirit, which is the word of God, praying always with prayer and supplication in the Spirit, and being watchful to the end, and perseverance and supplication made for all saints. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനം എന്ന ആത്മാവിന്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട്. It is, if we look at the whole thing, when God is talking about warfare, fight, the offense is only one, the defense is more. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാട്ടെ, ദൈവം ഒരു പോരാട്ടത്തെ കുറിച്ച് പറയുമ്പോൾ, അതിന്റെ ആയുധങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ആ ആക്രമണം എന്ന് പറയുന്നത് ഒന്നേ പറയുന്നുള്ളൂ, എന്നാൽ പ്രതിരോധം എന്ന് പറയുന്നത് അനവധിയാ പറയുന്നത്. Which means there is something that we have to defend ourselves, but in the offense, very simple, the word of God with the Spirit of the Holy Spirit. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ ആ യുദ്ധത്തിൽ നമ്മൾ പ്രതിരോധിക്കുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെയെല്ലാം നമ്മൾ പ്രതിരോധിക്കണം. എന്നാൽ ആക്രമിക്കുവാൻ അത് വളരെ ലളിതമായ ശക്തിയേറിയ ഒരു ആയുധമാ തന്നത്. അത് ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാളത്രേ. Defense is more. പ്രതിരോധം അനവധിയാ. And that is why അതുകൊണ്ട് when we fight a good fight, നാം ഒരു നല്ല പോർ പൊരുതുമ്പോൾ we defend ourselves. നാം നമ്മെ തന്നെ പ്രതിരോധിക്കുകയാണ് കൂടുതൽ We ചെയ്യുന്നത്. defend ourselves. നാം നമ്മെ തന്നെ പ്രതിരോധിക്കുന്നു. Now we have to understand one thing. നാം ഒരു കാര്യം ഇപ്പോൾ അറിയണം. Number one, ഒന്ന്, our foe is a defeated foe. നമ്മുടെ ശത്രു അവൻ പരാജയപ്പെട്ട ശത്രു അത്രേ. Number two, രണ്ടാമത്, we are not fighting him with our strength, we are fighting with the strength of Jesus Christ. നാം അവനോട് യുദ്ധം ചെയ്യുന്നത് നമ്മുടെ ശക്തിയിൽ ആശ്രയിച്ചിട്ടല്ല, മറിച്ച് യേശുവിന്റെ ശക്തിയിൽ ആശ്രയിച്ചിട്ടത്രേ. Number three, that we are already sanctified, righteous, meaning we have a good standing with God forever. മൂന്നാമത്തെ കാര്യം, നാം ശുദ്ധീകരിക്കുന്നു, നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അതിന്റെ അർത്ഥം നാം ദൈവത്തിന്റെ സന്നിധിയിൽ നല്ല ഒരു നിലപാടുള്ളവരത്രേ. Which means a born again person has every step of his is a triumphant life. അതുകൊണ്ട് തന്നെ വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ വയ്ക്കുന്ന ഓരോ ചുവടുകളും ഒരു ജയത്തിന്റെ ചുവടുകൾ അത്രേ. Failure is not in our dictionary. പരാജയം എന്ന വാക്ക് നമ്മുടെ നിഘണ്ടുവിലില്ല. The moment you were baptized, you rose up with Jesus and are seated in Christ in heavenly നീ places. സ്നാനമേറ്റ നാളിൽ തന്നെ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് നീ ദൈവത്തിന്റെ വലതു ഭാഗത്ത് ക്രിസ്തു ഇരിക്കുന്നിടത്ത് തന്നെ നിന്നെ ഇരുത്തിയിരിക്കുന്നു. The truth is that failure, defeat, all these are not in our dictionary. അതിന്റെ സത്യം ഇതാണ്, പരാജയം, തോൽവി എന്നുള്ള വാക്കുകളൊന്നും നമ്മുടെ നിഘണ്ടുവിൽ ഇല്ല. Every way of ours is made perfect because Christ Jesus is our Lord. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാകയാൽ നമ്മുടെ വഴികളെല്ലാം അവൻ ശുദ്ധീകരിച്ച് വിശുദ്ധമാക്കിയിരിക്കുന്നു. The Bible says, വേദപുസ്തകം പറയുന്നു, taking the shield of faith to quench the fiery dart of the devil. വിശ്വാസത്തിന്റെ പരിചയം എടുത്തു കൊടുക്കുക, പിശാചിന്റെ അഗ്നി അമ്പുകളെ കെടുത്തിക്കളയുക. Which means this is not wrestling, it is done from far off. ഇത് കാരണം ചേർന്ന് നിൽക്കുന്ന ഒരു മല്ലയുദ്ധമല്ല, ഇത് ദൂരത്ത് നിന്ന് പോരാടുന്ന ഒരു പോരാട്ടമത്രേ. It is not face to face, it is unseen and unexpected. ഇത് മുഖാമുഖമായിട്ടുള്ള ഒരു യുദ്ധമല്ല, മറിച്ച് ഒളിയാക്രമണമത്രേ. നമ്മൾ അറിയാത്ത സമയത്ത് ഓർക്കാത്ത സമയത്തുള്ള യുദ്ധം. Look at what God has done. ദൈവം ചെയ്തത് എന്താണെന്ന് നോക്കിയാട്ടെ. God says, ദൈവം പറയുന്നു, the word says, വചനം പറയുന്നു, put on the armor given by the Lord. കർത്താവ് തന്ന സർവായുധ വർഗം നീ ധരിച്ചുകൊള്ളുവീൻ. Breastplate of righteousness, നീതിയുടെ കവചം, which means I have a good standing with the Lord. അതിന്റെ അർത്ഥം എനിക്ക് ദൈവസന്നിധിയിൽ ഒരു നല്ല നിലയുണ്ട്. This again you don't see it, ഇത് നിങ്ങൾ കാണുന്നതൊന്നല്ല, but you know and you put on, meaning I have an understanding, I have a good standing with God, which means
means I can call him Father anytime, and I can turn around and tell the devil, get out of my life. അതിന്റെ അർത്ഥം ഈ കവചം അത് ഞാൻ കാണുന്നില്ലെങ്കിലും എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ അറിവ് കൊണ്ട് എനിക്കറിയാം ദൈവസന്നിധിയിൽ എനിക്ക് നീതിയുണ്ട്. അവനെ എനിക്ക് അബ്ബ പിതാവ് എന്ന് വിളിക്കാം. ഏത് നേരത്തും അവന്റെ സന്നിധിയിൽ എനിക്ക് കടന്നു ചെല്ലാം. That is why this is saying, put on the armor of God, meaning this is not my righteousness, it is the righteousness that is given by God himself. ദൈവവചനം പറയുന്നു അവന്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അതിന്റെ അർത്ഥം എന്നാൽ ഈ സർവായുധവർഗം അത് എന്റെ സ്വന്തമല്ല, സർവശക്തനായ ദൈവം എനിക്ക് ദാനമായി തന്ന ആയുധവർഗം അത്രേ. But I have to put it on. അത് ഞാൻ എടുത്ത് ധരിക്കേണ്ട ആവശ്യമുണ്ട്. Helmet of salvation. രക്ഷയുടെ ശിരസ്ത്രം. All these are being put so that I can defend. ഇതെല്ലാം ഞാൻ ധരിക്കുന്നത് എനിക്കൊരു നല്ല പ്രതിരോധത്തിന് വേണ്ടി. Now if that is true, അത് സത്യമെങ്കിൽ why are some becoming failures? എന്തുകൊണ്ട് ചിലർ പരാജയമാകുന്നു? Many a times I have seen depression in people who are born again. പലപ്പോഴും ഞാൻ രക്ഷിക്കപ്പെട്ട വ്യക്തികളുടെ ഉള്ളിൽ പോലും നിരാശ ഞാൻ കാണാറുണ്ട്. I can see many Christians struggling over things. പല ക്രിസ്ത്യാനികളും പ്രശ്നങ്ങൾ വരുമ്പോൾ വിഷയങ്ങൾ വരുമ്പോൾ അവിടെ കുഴയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. I want to tell everyone in Heavenly Feast, സ്വർഗീയവരിലെ സകലരോട് ഞാൻ പറയട്ടെ, let the peace of Jesus Christ guard your heart and mind. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. Understanding that only good will happen in your life. നിങ്ങളുടെ ജീവിതത്തിൽ നന്മ മാത്രമേ നടക്കുകയുള്ളൂ എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ. Never be shaken but stand. ഒരിക്കലും കുലുങ്ങി പോകരുത്, ഉറച്ച നിലയിൽ നിൽക്കുക. Whatever is the challenge, വെല്ലുവിളി എന്തായിരുന്നാലും that challenge has to leave in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ വെല്ലുവിളി മാറിപ്പോയേ മതിയാകത്തുള്ളൂ. Has to leave. പോയേ മതിയാകത്തുള്ളൂ. The financial problem ആ സാമ്പത്തിക പ്രശ്നം has to leave. അത് മാറിയേ മതിയാവൂ. Family issue ഓ കുടുംബ പ്രശ്നം has to leave. മാറിയേ മതിയാകൂ. The legal issue in the court, ആ കോടതിയിലെ വിഷയം it has to leave. അത് മാറിയേ മതിയാകൂ. Whatever is the challenge, വെല്ലുവിളി എന്തായിരുന്നാലും you will have to stand. നിങ്ങൾ അവിടെ നിൽക്കും. You stand. നിങ്ങൾ നിൽക്കും. You stand. നിങ്ങൾ നിൽക്കും. Putting on ഓ the helmet of salvation, രക്ഷയുടെ ശിരസ്ത്രം ധരിച്ചുകൊണ്ട്, the breastplate of righteousness, നീതിയുടെ കവചം ധരിച്ചുകൊണ്ട്, the shoes of the gospel, ഓ സുവിശേഷത്തിന്റെ ഒരുക്കമെന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ട്, and the shield of faith. ഓ വിശ്വാസത്തിന്റെ പരിച ധരിച്ചുകൊണ്ട്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Which means അതിന്റെ അർത്ഥം defense is more important. പ്രതിരോധം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. And the defense is we fight it by faith. ഈ പ്രതിരോധം അത് നമ്മൾ വിശ്വാസത്താൽ പൊരുതുന്നു. You cannot see your breastplate, you cannot see your helmet. നിങ്ങൾക്ക് കവചം കാണില്ല, ആ ഹെൽമറ്റ് അല്ലെങ്കിൽ ശിരസ്ത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നില്ല. And faith is what we fight this good fight. വിശ്വാസം എന്നതുകൊണ്ടാണ് ഈ നല്ല പോര്, ഈ പോര് ഒരു നല്ല പോരായി മാറുന്നത്. ഇത് നല്ല രസമുള്ള പോരാ. നല്ല രസമുള്ള പോരാ. ഒന്നുകൂടെ പറഞ്ഞേ. നല്ല രസമുള്ള പോരാ. നല്ല പോരാ. നല്ല പോരാ എന്ന് പറഞ്ഞാൽ എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതിനൊന്നും ചെയ്യാനില്ല, സത്യം അറിഞ്ഞാൽ മതി, സത്യം എന്നെ സ്വതന്ത്രരാക്കും. ചേർന്ന് കർത്താവിനെ സ്വതന്ത്രം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. And that is why അതുകൊണ്ടത്രേ the Bible says, വേദപുസ്തകം പറയുന്നു, always every place we are triumphant. എല്ലായിടത്തും എല്ലായ്പ്പോഴും നമുക്ക് ജയമുണ്ട്. 2 Corinthians 2:14. 2 കൊരിന്ത്യർ 2:14. The triumphant life is available for everybody. ജയകരമായ ജീവിതം എല്ലാവർക്കും ലഭ്യമാണ്. But in the same word, that is 2 Corinthians chapter 2 verse 11, the Bible says, lest Satan take advantage of you, you should not be unaware of his tricks. 2 കൊരിന്ത്യർ 2:11 വാക്യം പറയുകയാണ്, സാത്താൻ നിങ്ങളെ മുതലെടുക്കുവാൻ നിങ്ങൾ സമ്മതിക്കരുത്. Which means the truth is, victory is mine. അതിന്റെ അർത്ഥം സത്യം ഇതാണ്, ജയം എന്റെ സ്വന്തം. Jesus has already won it. യേശു അത് എനിക്ക് വേണ്ടി ജയിച്ചു കഴിഞ്ഞു. And with Jesus I am also a triumphant person. യേശുവിനോട് കൂടെ ഞാനും ഒരു ജയാളിയായി മാറിയിരിക്കുന്നു. And now the trick is what makes me feel defeated. Truly I cannot be defeated, but the trick can give me a feeling of defeat. എന്നാൽ ഇവിടെ എന്നെ പരാജയപ്പെടുത്തുന്ന ഒരു തന്ത്രമുണ്ട്. വാസ്തവത്തിൽ ഞാൻ പരാജയപ്പെട്ടിട്ടില്ല,
എന്നാൽ പരാജയപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുന്ന ഒരു തന്ത്രമുണ്ട്. That is why Paul, when he is writing to the Corinthians, he writes like this. അതുകൊണ്ട് അത്ര പൗലോസ് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ഇപ്രകാരം എഴുതുന്നു. 2 Corinthians chapter 11 2 കൊരിന്ത്യർ 11 അധ്യായം and verse 3. അതിന്റെ 3-ാമത്തെ വാക്യം. Hallelujah. Hallelujah. Verse 2 also you can read. 2 മുതൽ വായിക്കാം. For I am jealous for you with godly jealousy. For I have betrothed you to one husband, that I may present you as a cast virgin to Christ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്നു. വിവാഹം നിശ്ചയം. യേശുവായിട്ട് വിവാഹം നിശ്ചയം കഴിഞ്ഞവർ മാത്രം ഒന്ന് സ്തോത്രം ചെയ്ത്. Hallelujah. Vivaha nischayam. Now, Yehuda, when a Jewish engagement takes place, ഒരു യഹൂദ വിവാഹ നിശ്ചയം നടക്കുമ്പോൾ, the moment the ring is exchanged, ആ മോതിരം അണിയിക്കുന്ന നിമിഷം, that very moment the woman loses everything of her father's property. Now already she is belonging to the husband. ആ മോതിരം അണിയിക്കുന്ന നിമിഷം തന്നെ കന്യകയ്ക്ക് തന്റെ പിതൃഭവനത്തിലുള്ള സകല അവകാശങ്ങളും നഷ്ടമാവുകയും അവൾ അപ്പോൾ മുതൽ തന്റെ പുരുഷന്റെ സ്വന്തമായി മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് യഹൂദ വിവാഹത്തിൽ പുരുഷൻ തന്റെ വീട്ടിൽ പോയി വീട് ഉണ്ടാക്കിയ ശേഷം തിരിച്ചു വരും. ഇന്നത്തെ പോലെ വിവാഹം നിശ്ചയം കഴിഞ്ഞ് ഇത്രാം തീയതി ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വിവാഹമാണെന്ന് അന്ന് യഹൂദ വിവാഹത്തിന് തീരുമാനമില്ല. വിവാഹം നിശ്ചയം കഴിഞ്ഞാൽ മോതിരം കൈമാറ്റി. മോതിരം കൈമാറ്റുന്ന സമയം മുതൽ ആ സ്ത്രീക്ക്, ആ മണവാട്ടിക്ക് തൻ്റെ പിതൃഭവനത്തിൻ്റെ അവകാശം മുഴുവൻ പോയി. അന്ന് മുതൽ ആ സ്ത്രീയുടെ മുഴുവൻ അവൻ്റെതായി കഴിഞ്ഞിരിക്കുക. വിവാഹം നടന്നിട്ടില്ല, പക്ഷെ അന്ന് മുതൽ അവൻ്റെതാ. അതുകൊണ്ടാണ് അവൾ കാത്തിരിക്കുക. എന്തിനാ കാത്തിരിക്കുന്നത്? സമയം അറിയത്തില്ല, നേരം അറിയത്തില്ല, പക്ഷെ മോതിരം കാണുമ്പോൾ അറിയാം അവൻ വാക്ക് മാറത്തില്ല, വരും നിശ്ചയം. ഹല്ലേലൂയ. എപ്പോഴാ വരുന്നത്? എന്നെ കൊണ്ടുപോകാനുള്ള വീട് റെഡിയാകുമ്പോൾ, അതിനുള്ള സകല കാര്യങ്ങൾ റെഡിയാകുമ്പോൾ വരും നിശ്ചയം. എന്നാൽ മണവാളന്റെ ഹൃദയവും ആ മണവാട്ടിയുടെ അടുക്കലേക്ക് അവൻ എത്രയും ബന്ധപ്പെട്ട് വീട് പണിയുമ്പോഴും അവന്റെ ശ്രദ്ധ അപ്പുറത്തുണ്ട്. മണവാട്ടി അവക്ക് വേണ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ കണ്ടുകൊണ്ടാ പൗലോസ് പറയുന്നത്, നിങ്ങൾ യേശുവിനോട് വിവാഹം നിശ്ചയം ചെയ്തവരാ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലല്ല നിങ്ങളുടെ ഇനിയും ചിന്ത. നിങ്ങളുടെ ഈ ഭൂമിയിലല്ല വിവാഹം നടക്കാൻ. അതാ യേശു പോകുന്ന മുമ്പേ പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഞാൻ പോകുന്ന ഒരു വാസസ്ഥലം ഒരുക്കാനാ. ഞാൻ ഒരുക്കിയ ശേഷം വരും നിശ്ചയം. എങ്ങനെ അറിയാം വാസസ്ഥലം ഒരുക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവെന്ന മോതിരം കൈമാറിക്കൊണ്ട് അച്ചാരം തന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് പകൽ അത്ഭുതം അടയാളം കാണുമ്പോൾ, വീര്യപ്രവൃത്തി കാണുമ്പോൾ, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ വചനവും പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ അത് നടക്കുന്ന കാണുമ്പോൾ എനിക്കറിയാം എൻ്റെ വീട് അവിടെ പണിതുകൊണ്ടിരിക്കുക. എത്ര അനുഗ്രഹിക്കപ്പെട്ട വചനമാണ് നമ്മൾ കേട്ടത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറയുമ്പോൾ വെറുതെ പറഞ്ഞതല്ല, മരണത്തെ ജയിച്ച യേശു ഇത് പറഞ്ഞു. കർത്താവ് ഇങ്ങനെ പറയുകയായിരുന്നു, നമ്മൾ ഒരു വ്യക്തി ഒരു വിഷയത്തിലൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും പലരും ചെന്ന് തന്നെ ആശ്വസിപ്പിക്കുന്ന ആൾക്കും അറിയാം, വ്യക്തിക്കും അറിയാം, ഈ വ്യക്തി എന്നോടുള്ള സ്നേഹത്താൽ എന്നോടിത് പറയുക. എന്നാൽ കർത്താവ് അങ്ങനെയല്ല പറഞ്ഞത്. മരണത്തെ ജയിച്ച് കല്ലറയെ ജയിച്ച യേശു ആ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ആ യേശു നമ്മുടെ കൂടെ ഇന്നുണ്ട്. ഈ ദിവസം ജയോത്സവത്തിൻ്റെ ദിവസമാക്കും. കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ എല്ലായിടത്തും നമുക്ക് ജയമുണ്ട്. ഇന്ന് ആ ചിന്തകളെയെല്ലാം നമുക്കൊന്ന് അതിജീവിച്ച് കർത്താവിനോട് കൂടെ ചേർന്ന് ഒരു നല്ല ദിവസം നമുക്ക് ആരംഭിക്കാം. ഇന്ന് കേട്ട വചനത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ആ വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ചിന്തകളെ പിടിച്ചെടുക്കുവാൻ, ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി നേടുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ആയുധങ്ങൾക്കായി നന്ദി. ഇന്ന് കേട്ട വചനം കർത്താവേ, ഇന്ന് കേട്ട ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പരിവർത്തിക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ
കർത്താവെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥകളെക്കുറിച്ചുള്ള ചിന്തകൾ, മനസ്സിനെ ഭയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഹൃദയത്തിൽ വന്ന ഇടുക്കങ്ങൾ മാറട്ടെ. ചിന്താഗതികളെ അതിജീവിക്കുവാൻ കർത്താവെ അങ്ങയുടെ അഭിഷേകം ഇപ്പോൾ ആ മുറികളിൽ വ്യാപരിക്കട്ടെ. എന്നെ കേൾക്കുന്ന വ്യക്തികൾ, നാളുകളായി രോഗാവസ്ഥയിൽ തകർന്നിരിക്കുന്ന മനസ്സും അടുത്തിരിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ തന്നെ കുടഞ്ഞെഴുന്നേൽക്കട്ടെ. യേശു മുഖാന്തരം എനിക്കിതിനെ ജയിക്കുവാൻ സാധിക്കുമെന്ന് ജയത്തോടെ അവർ എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കുന്ന ഓരോ രോഗികളും സൗഖ്യമാകട്ടെ. സമാധാനമില്ലാത്ത ഭവനങ്ങളിൽ സമാധാനം ഉണ്ടാകട്ടെ. കർത്താവെ, ജയോത്സവത്തിൻ്റെ ഒരു ദിവസം ഇന്ന് ക്രിസ്തുയേശുവിൽ തങ്ങൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് സാഹചര്യത്തെ ജയിച്ചുകൊണ്ട് ജയോത്സവത്തിൻ്റെ ഒരു ജീവിതം നിൻ്റെ മക്കൾ കൊടുക്കുന്നതിനായി സ്തോത്രം. ഇപ്പോൾ തന്നെ അത്ഭുത രോഗസൗഖ്യം നടക്കട്ടെ. പാരമ്പര്യ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. പാരമ്പര്യ ശാപങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. ഇപ്പോൾ തന്നെ സകല നാമത്തിലുമേല യേശുവിൻ്റെ നാമത്തിൽ അവസ്ഥകൾ മാറട്ടെ. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ മാറട്ടെ. കർത്താവെ, നീ വിടുവിച്ചതിനായി നന്ദി, അത്ഭുതം ചെയ്തതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഇന്ന് ചിന്തകൾ മാറിയിരിക്കുകയാണ്, കെട്ടുകൾ പൊട്ടിയിരിക്കുകയാണ്. ഇന്ന് ഒരു ജയത്തിൻ്റെ ദിവസം. ഇന്ന് തുടർന്ന് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ ഈ നമ്പറിൽ വിളിച്ച് അറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർപ്പിക്കുന്നു. കർത്താവ് സമൃദ്ധമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കാണും വരെ കർത്താവ് തൻ്റെ തങ്ക ചിറകിൻ്റെ കീഴിൽ, തൻ്റെ കൃപയിൽ നമ്മളെ മറയ്ക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. सागर है तू, चांदी का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे